ഹായ് കുട്ടീസ്. ഇന്നത്തെ മാത്സ് ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു അല്ലേ? എന്താ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ? കിങ്ങിണിയും ജഗ്ഗും ശുപ്പാണ്ടിയും കൂടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ടോ നമുക്ക് ആ കണക്കൊന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കിങ്ങിണി റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എത്ര റംബൂട്ടാൻ ഉണ്ടായിരുന്നു കിങ്ങിണിയുടെ ബാസ്ക്കറ്റിൽ? 25 25. പിന്നെ ജഗ്ഗു എടുത്തത് എന്താണ്? ബനാനയാണ് ജഗ്ഗു എടുത്തത് അല്ലേ? പക്ഷെ എത്ര എണ്ണം എന്ന ടേബിളിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ജഗ്ഗു വന്ന് പറഞ്ഞു. എത്ര എണ്ണം എന്നാ പറഞ്ഞേ? 5 10s and 5 1s. 5 10കളും 5 1കളും. 5 10ഉം 5 1ഉം ചേർന്നാൽ എത്രയാണ്? 55. അപ്പം ജഗ്ഗു കൊണ്ടുവന്ന ബാസ്ക്കറ്റിൽ എത്ര ബനാന ഉണ്ടായിരുന്നു? 55. പിന്നെ ശുപ്പാൻ്റെ എടുത്തത് എന്താണ്? ആപ്പിളാണ് അല്ലേ? എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേബിളിലുണ്ടായിരുന്നു ആപ്പിൾ? ഇല്ല. പക്ഷേ ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു? 10 less than 55. 55-നേക്കാളും 10 കുറവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം എത്രയാണ്? 55 മൈനസ് 10 എത്രയാണ് കിട്ടുക? 45. എത്ര ആപ്പിൾ ഉണ്ടായിരുന്നേ? 45 ആപ്പിൾ. ഇനി അതിൽ ഹൂ ഹാസ് ദ മോസ്റ്റ് ഫ്രൂട്ട്സ് ഇൻ ദ ബാസ്ക്കറ്റ്? ബാസ്ക്കറ്റിൽ ആരാണ് കൂടുതൽ ഫ്രൂട്ട്സ് ആരുടെ ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നേ? ഒന്ന് ടേബിൾ നോക്കി. ആരുടെ ബാസ്ക്കറ്റിലാണ് ഏറ്റവും വലിയ സംഖ്യ ഏതാ? 55. ആരുടെ ബാസ്ക്കറ്റിലാണ് അപ്പോൾ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നേ? ജഗ്ഗുവിൻ്റെ ഫ്രൂട്ട്സ് എത്ര എണ്ണമായിരുന്നു? 55. ഹൗ മച്ച് എന്ന് പറയുമ്പോൾ എത്രയാണ്? ജഗ്ഗു ഹാവ് 55 ബനാനാസ്. അടുത്ത ചോദ്യം എന്താ ടീച്ചർ പറഞ്ഞത്? ഹൂ ഹാസ് ദ ലീസ്റ്റ് ഫ്രൂട്ട്സ് ഇൻ ദ ബാസ്ക്കറ്റ്? ഹൗ മച്ച്? അപ്പം നമ്മൾ കൂടുതൽ ഏതാന്ന് കണ്ടുപിടിച്ചു അല്ലേ? 55 ബനാന ജഗ്ഗുവിൻ്റെ. ഇനി കുറവ് ഏതാണ്? കിങ്ങിണിയുടെ ബാസ്ക്കറ്റിലുള്ള റംബൂട്ടാനാണ് ഏറ്റവും കുറവ്. എത്ര എണ്ണമായിരുന്നു? 25. അപ്പം എത്രയാണ്? കിങ്ങിണി ഹാവ് 25 റംബൂട്ടാൻ. ഇനി അതിന് ശേഷം മറ്റൊരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടേബിൾ കംപ്ലീറ്റ് ആയിരുന്നു? അല്ല. ടേബിളിൽ 3 കൂട്ടുകാരുടെ പേരും ഉണ്ടായിരുന്നു. കിങ്ങിണി, ജഗ്ഗു, ശുപ്പാണ്ടി. നമ്പർ ഓഫ് റംബൂട്ടാൻ 8, നമ്പർ ഓഫ് ബനാനാസ് 8, നമ്പർ ഓഫ് ആപ്പിൾസ് 8. അതൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലോ ജഗ്ഗു കഴിച്ചിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 85 തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബ്ലാങ്ക് ആയിരുന്നു. പക്ഷേ പിന്നീട് അതെങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ഏതൊക്കെ നമുക്ക് കാണേണ്ടത്? കുറച്ച് ഹിൻഡും തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ക്വസ്റ്റ്യനിൽ? കിങ്ങിണി ഈറ്റ് സം റംബൂട്ടാൻസ്, ഓൺലി 10 ആർ ലെഫ്റ്റ് ഇൻ ഹെർ ബാസ്ക്കറ്റ്. കിങ്ങിണി കുറച്ച് റംബൂട്ടാൻ കഴിച്ചു. മുഴുവൻ കഴിച്ചോ? ഇല്ല. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. 10 എണ്ണം ബാലൻസ് ഉണ്ട്. ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നേ അപ്പോൾ? ആകെ 25 റംബൂട്ടാൻ ഉണ്ടായിരുന്നു. അതിൽ 10 എണ്ണം ബാക്കിയുണ്ട്. ബാക്കിയുള്ളത് കിങ്ങിണി കഴിച്ചു. അപ്പം എത്ര എണ്ണം കഴിച്ചിട്ടുണ്ടാവും? എങ്ങനെയാണ് കാണുക? ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് എത്ര എണ്ണം കഴിച്ചു വെച്ചെങ്കിൽ അത് കുറയ്ക്കുക. അപ്പം എന്താ ചെയ്യുക? 25 മൈനസ് 10. 10സും 1സും ആക്കി എഴുതുമ്പോൾ എങ്ങനെയാണ്? 2 10s 5 1s മൈനസ് 1 10. എത്ര കിട്ടുക? 0 5 ആവാനായിട്ട് 5, 1 2 ആവാൻ 1. അപ്പം 25 മൈനസ് 10 എത്രയായിരിക്കും? 15. അപ്പം നമ്മുടെ കിങ്ങിണി എത്ര റംബൂട്ടാനാണ് കഴിച്ചത്? 15. വേറെ ഒരു ഫ്രൂട്ടും കഴിച്ചതായിട്ട് പറയണില്ല അല്ലേ? ബനാന കഴിച്ചോന്നും ആപ്പിൾ കഴിച്ചോന്നൊന്നും പറയണില്ല. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് എത്രയായിരിക്കും ഫ്രൂട്ട്സ്? 15. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ്? ജഗ്ഗു ഏറ്റ് ഓൾ ബനാനാസ്.
ജഗ്ഗു എല്ലാ പഴങ്ങളും എല്ലാ ബനാനാസും കഴിച്ചു. ആൻഡ് സം ആപ്പിൾസ് ഫ്രം ശുപ്പാണ്ടീസ് ബാസ്ക്കറ്റ്. പിന്നെയോ കുറച്ച് ആപ്പിളും കൂടി ശുപ്പാണ്ടിയുടെ ബാസ്ക്കറ്റിൽ നിന്ന് കഴിച്ചു. അപ്പോൾ ജഗ്ഗു കഴിച്ചിട്ടുള്ള ആകെ ഫ്രൂട്ട്സിൻ്റെ എണ്ണം നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട് അല്ലേ? ഓൾറെഡി എത്രയാണ് ജഗ്ഗു കഴിച്ച ആകെ ഫ്രൂട്ട്സ്? 85. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞു 55 ബനാന. ഫുള്ള് ബനാന കഴിച്ചു എന്ന് പറയുമ്പോൾ എത്രയാണ്? 55 ബനാന കഴിച്ചു. അപ്പോൾ നമുക്കിനി ഏതാ കാണേണ്ടത്? നമ്പർ ഓഫ് ആപ്പിൾസ്. ജഗ്ഗു കഴിച്ചിട്ടുള്ള നമ്പർ ഓഫ് ആപ്പിൾസ് ആണ് കാണേണ്ടത്. എങ്ങനെയാണ് കാണുക? ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? എത്ര എണ്ണം കഴിച്ചിട്ടുണ്ട്? 85. അതിൽ ബനാന 55. അപ്പോൾ നമുക്ക് 85ൽ നിന്ന് 55 കുറച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആപ്പിൾസ് 8 കിട്ടില്ലേ? കിട്ടുമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ജഗ്ഗു eat equal 85. Therefore നമ്പർ ഓഫ് ആപ്പിൾസ് ജഗ്ഗു eat എത്രയാണ്? 85 മൈനസ് 55. 8 പത്തുകളും 5 ഒന്നുകളും 8 10s 5 ones മൈനസ് എത്രയാണ്? 5 10s and 5 ones. അപ്പോൾ എത്ര കിട്ടുക? 5 5 ആവാൻ 0. 5 8 ആവാൻ എത്ര വേണം? 5 കഴിഞ്ഞാൽ 6 7 8. എത്ര വേണം? 3. അപ്പോൾ 30. അപ്പോൾ എത്രയാണ്? 30 ആപ്പിൾസാണ് ജഗ്ഗു കഴിച്ചത്. അപ്പം നമ്മുടെ ശുപ്പാണ്ടി കഴിച്ചത് എങ്ങനെയാണ് കാണുക? ശുപ്പാണ്ടി കഴിച്ചത് ഇനി കാണാൻ എങ്ങനെയാണ്? 30 നമുക്ക് കിട്ടിയില്ലേ? 30 ആപ്പിൾ ജഗ്ഗു കഴിച്ചു. 30 ആപ്പിൾ ജഗ്ഗു കഴിച്ചു. ആകെ എത്ര ആപ്പിൾ ഉണ്ട്? 45. അപ്പോൾ ഹൗ മെനി ആപ്പിൾസ് ശുപ്പാണ്ടി ഈറ്റ്? ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് 45 ആണ്. അതിൽ നിന്ന് നമ്മുടെ ജഗ്ഗു കഴിച്ചത്, ജഗ്ഗു ഈറ്റ് 30 ആപ്പിൾസ്. Therefore നമ്പർ ഓഫ് ആപ്പിൾസ് ശുപ്പാണ്ടി ഈറ്റ് എത്രയാണ്? ആകെ 45 ആപ്പിൾ ഉണ്ട്. അതിൽ നിന്ന് ജഗ്ഗു 30 എണ്ണം കഴിച്ചു. അപ്പോൾ 45 മൈനസ് 30 സമം 15. വെരി ഗുഡ്. 45 മൈനസ് 30 എത്ര കിട്ടുക? 0 5 ആവാൻ 0 5 ആവാൻ 5 3 4 ആവാൻ 1 15. അപ്പോൾ ടേബിൾ കംപ്ലീറ്റ് ആയില്ലേ? 15 കിട്ടിയപ്പോൾ 15 ശുപ്പാണ്ടി കഴിച്ചിട്ടുള്ള ആപ്പിൾ 15. ആകെ 15. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കണേ? ഹു among them eat the same number of fruits? Who among them eat the same number of fruits? 3 ആളുകളുണ്ടല്ലേ? കിങ്ങിണി, ജഗ്ഗു, ശുപ്പാണ്ടി. ആ 3 പേരിൽ സെയിം നമ്പർ ഓഫ് ഫ്രൂട്ട്സ് കഴിച്ചത് ആരൊക്കെയാണ്? ഒരേ നമ്പർ, ഒരേ എണ്ണം ഫ്രൂട്ട്സ് കഴിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? കിങ്ങിണിയും ശുപ്പാണ്ടിയും. നീ കണ്ടോ ടോട്ടൽ നമ്പറിൽ കിങ്ങിണി എത്ര എണ്ണം കഴിച്ചു? 15. ജഗ്ഗു 85, ശുപ്പാണ്ടി 15. അപ്പോൾ സെയിം നമ്പർ കഴിച്ചത് ആരാ? ജഗ്ഗു 85 എണ്ണം കഴിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ കിങ്ങിണിയും ശുപ്പാണ്ടിയും 15 ഫ്രൂട്ട്സാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചോദ്യത്തിൻ്റെ ഉത്തരം? കിങ്ങിണി ആൻഡ് ശുപ്പാണ്ടി. സെയിം നമ്പർ ഓഫ് ഫ്രൂട്ട്സ് കഴിച്ചത് ആരാണ്? കിങ്ങിണിയും ശുപ്പാണ്ടിയും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്ക് തന്നിട്ടുണ്ട്, 2 വർക്ക് തന്നിട്ടുണ്ട്. അതൊന്ന് ചെയ്താലോ? ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 50 എടുക്കുക. ഹെൽത്തി ഫുഡ്. ഇൻ അശ്വിൻസ് സ്കൂൾ ചിൽഡ്രൻ ആർ ഗിവൺ ബനാനാസ് ആൻഡ് എഗ്സ്. അശ്വിൻ്റെ സ്കൂളിൽ കുട്ടികൾക്ക് ബനാനയും എഗ്ഗും കൊടുക്കുന്നുണ്ട് അല്ലേ? സീ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ അശ്വിൻസ് സ്കൂൾ. നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 1 ക്ലാസ്സിൽ എത്ര പേരാണ്? 52 കുട്ടികൾ. 2 ക്ലാസ്സിൽ 57, 3 ക്ലാസ്സിൽ 54, 4 ക്ലാസ്സിൽ 55 കുട്ടികളുണ്ട്. Which class has the most number of children?
ഏത് ക്ലാസ്സിലാണ് കൂടുതൽ ചിൽഡ്രൻ, കൂടുതൽ കുട്ടികളുള്ളത്? ഏത് ക്ലാസ്സിലാണ്? ആ ടേബിൾ നോക്കി നമുക്ക് അറിയാം. ഏതാണ്? 58, 57, 54, 55. ഏതാ വലുത്? എത്ര കുട്ടികളായിരിക്കും? 58 ആണ്. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? 1. ഒന്നാം ക്ലാസ്സിലല്ലേ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്? അപ്പോൾ ഉത്തരം എന്തായിരിക്കും അവിടെ വരിക? 1. എന്താ എഴുതേണ്ട അപ്പോൾ? വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? 1. പിന്നെ ലീസ്റ്റ്, ഏറ്റവും കുറവ് കുട്ടികൾ ഏതിലാണ്? തേർഡ് ക്ലാസ്സിൽ. 54. ഏറ്റവും കുറവ് തേർഡ് ക്ലാസ്സിൽ. 3. എന്താണ്? 3. പിന്നെന്താ പറഞ്ഞിരിക്കണേ? 35 ചിൽഡ്രൻ ഇൻ ക്ലാസ് 1 eat eggs. Others were given 1 banana each. ഒന്നാം ക്ലാസ്സിലെ 35 കുട്ടികൾ എന്താണ് കഴിക്കണേ? എഗ്ഗാണ് കഴിക്കണത്. ബാക്കിയുള്ള കുട്ടികളോ? others were given 1 banana each. മറ്റുള്ള കുട്ടികൾ പഴവും. അപ്പോൾ how many eat banana? എത്ര പേര് ബനാന കഴിക്കുന്നുണ്ടാവും? എങ്ങനെയാണ് കാണാം? ആകെ 58 കുട്ടികളുണ്ട്. അതിൽ എത്ര പേരാണ്? 32 പേര് എന്ത് കഴിക്കണു? എഗ്ഗ് കഴിക്കണു. അപ്പോൾ നമുക്ക് എന്ത് ബനാന കഴിക്കുന്നത് എങ്ങനെ കാണുക? 58 മൈനസ് 35. Total number of children in standard 1 equal 58. 35 children eat eggs. 58 കുട്ടികളുണ്ട്, 35 പേര് എഗ്ഗ് കഴിക്കുന്നു. Therefore, number of children who eat bananas in class 1. അതുകൊണ്ട് ബനാന കഴിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 58 മൈനസ് 35 എത്രയാണ്? 10s ഉം 1s ആക്കിയിട്ട് എഴുതി വയ്ക്കുമോ നിങ്ങൾ? 5, 8 മൈനസ് 3, 5. 5 8 5 കഴിഞ്ഞാൽ 6, 7, 8. എത്രയാണ്? 3. 3 5 4, 5, 2. അപ്പോൾ എത്ര ഉത്തരം വരിക? 23. എത്ര ബനാന അപ്പോൾ ഒന്നാം ക്ലാസ്സിലത്തെ കുട്ടികൾ കഴിച്ചിരിക്കുന്നത്? 23. ഇനി ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്താലോ നമുക്ക്? എന്താ പറഞ്ഞിരിക്കണേ അതിൽ മുന്നേ? In each of class 2 and 3, 32 children eat egg. രണ്ടാം ക്ലാസ്സിലത്തെയും മൂന്നാം ക്ലാസ്സിലത്തെയും 32 കുട്ടികൾ എന്താ കഴിക്കണേ? എഗ്ഗാണ്, മുട്ടയാണ് കഴിക്കണത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിങ്ങനെ കാണാം. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടുണ്ടല്ലേ, അതിൽ നിന്ന് എന്ത് ചെയ്യണം? എഗ്ഗ് കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം. ആകെ എത്ര കുട്ടികളുണ്ടോ അതിൽ നിന്ന് എത്ര കുട്ടികളാണ് മുട്ട കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറയ്ക്കുക. ആ നമ്പർ 32 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര പേര് ബനാന കഴിക്കുന്നുണ്ടെന്ന് കിട്ടില്ലേ? യെസ്. ഇൻ ക്ലാസ് 4 ഓൾ ദ ചിൽഡ്രൻ ഈറ്റ് എഗ്. നാലാം ക്ലാസ്സിലോ എല്ലാ കുട്ടികളും എന്താ ചെയ്യണേ? എഗ്ഗാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ബനാന കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം കാണേണ്ട കാര്യമുണ്ടോ? ഇല്ല. ടോട്ടൽ എത്ര പേരുണ്ട് നാലാം ക്ലാസ്സിൽ? 55. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ഈറ്റ് എഗ്ഗിൻ്റെ അവിടെ 4th ക്ലാസ്സിൽ 55 എഴുതും. ടേബിളിൽ ടോട്ടൽ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ഈറ്റ് എഗ്ഗ് ഫസ്റ്റത്തെ നമ്മൾ കണ്ടു. 35 കുട്ടികൾ എഗ്ഗ് കഴിക്കുന്നു. ടോട്ടൽ 58. 35 പ്ലസ് 23 വെച്ചിട്ട് നമുക്ക് എത്രയാണ് കിട്ടിയത്? 58 വരുന്നുണ്ട്. 58 ടോട്ടൽ നമ്പർ. 58ൽ നിന്ന് എത്രയാണ് എഗ്ഗ് കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം? 35 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ 23. സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ 57 കുട്ടികൾ ആകെയുണ്ട്. അതിൽ 32 കുട്ടികൾ എഗ്ഗ് കഴിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കാണുക? 57 മൈനസ്
32. In class 2, how many eat banana? Total number of children in class 2 എഴുതി കഴിഞ്ഞാൽ 57. അതിൽ 32 children egg കഴിക്കുന്നു. Number of children who eat bananas in class 2 എങ്ങനെ കാണുക? 57 minus 32. ആകെ 57 മൈനസ് 32 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും നമുക്ക്? 25. ഒന്നും രണ്ടും ക്ലാസ്സിലെ കണ്ടു. ഇനി നമുക്ക് ഏതാ കാണണ്ടേ? 3-ാം ക്ലാസ്സിലെ കാണണം. ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ടല്ലേ? എത്രയാണ്? 54 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അതിൽ 32 പേര് എഗ്ഗ് കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാണും? ബനാന കഴിച്ച കുട്ടികളുടെ എണ്ണം എങ്ങനെ കാണും? 54 മൈനസ് 32. അല്ലേ? അങ്ങനെയല്ല കാണാം. 5 10s 7 1s 57 കുട്ടികളാണ് 3-ാം ക്ലാസ്സിലുള്ളത്. അയ്യോ തെറ്റിപ്പോയി, സോറി 54 കുട്ടികളാണ് 3-ാം ക്ലാസ്സിലുള്ളത്. 5 10സും 4 1സും. അതിൽ 32 കുട്ടികൾ എഗ്ഗ് കഴിച്ചു. ബാക്കി എത്രയാണ്? ബാക്കി എത്ര കുട്ടികളാണ്? 54 മൈനസ് 32 ഈക്വൽ 22 കുട്ടികളാണ്, 22 കുട്ടികളാണ് ബനാന കഴിച്ചത്. 4-ാം ക്ലാസ്സിലത്തെ എങ്ങനെയാണ്? 55 കുട്ടികൾ ആകെയുണ്ട്. എല്ലാവരും എഗ്ഗാണ് കഴിച്ചതെന്നാണ് പറഞ്ഞിരിക്കണേ അല്ലേ? അങ്ങനെയല്ല പറഞ്ഞിരിക്കണേ. ഓൾ ദ ചിൽഡ്രൻ ഈറ്റ് എഗ്സ്. എല്ലാ കുട്ടികളും എഗ്ഗ് കഴിച്ചു. അപ്പോൾ ബനാന കഴിച്ചതോ? 0. 55 കുട്ടികൾ എഗ്ഗ് കഴിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 55. എഗ്ഗ് കഴിച്ചു, ബനാന കഴിച്ച കുട്ടികൾ 0. ഇനി നെക്സ്റ്റ് പേജിലത്തെയും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? സർവേ അതിങ്ങനെ ചെയ്യുക. കുട്ടികൾ ചെയ്തു. എന്താണ് സർവേ? അശ്വിൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വേർ ഡിവൈഡഡ് ഇൻറ്റു 4 ഗ്രൂപ്പ്സ്. അശ്വിനും കൂട്ടുകാരും കൂടിയിട്ട് തിരിഞ്ഞു. ആൻഡ് ദേ വിസിറ്റഡ് ഹൗസസ്. അവർ വീടുകൾ വിസിറ്റ് ചെയ്തു. ടു കളക്ട് ഡീറ്റെയിൽസ് ഓഫ് ക്ലീൻ ലൈൻസ്. ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലേ, അതിനെക്കുറിച്ചിട്ടുള്ളൊരു സർവേ എടുക്കാനായിട്ട് അവർ 4 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഓരോ വീടും സന്ദർശിച്ചു. ദേ വിസിറ്റഡ് 47 ഹൗസസ് ഇൻ ഓൾ. ആകെ എത്ര വീടാണ് സഞ്ചരിച്ചത്? വിസിറ്റ് ചെയ്ത് 47 വീട്. ഓഫ് ഹാഡ് 32 വീടുകളിലും ചൂല് ഉണ്ടായിരുന്നു. ഹൗ മെനി ഡോണ്ട് ഹാവ് എ വെൽ? അപ്പോൾ എത്ര വീട് ചൂലില്ലാതിരുന്നത്? എങ്ങനെയാ? ആകെ 47. അതിൽ 32 വീട് ഉണ്ടല്ലേ. അപ്പം എങ്ങനെ കാണും? 47 മൈനസ് 32. എത്ര കിട്ടുക? 47 മൈനസ് 32. 4 10s 7 1s മൈനസ് 3 10s 2 1s. 2 7 ആവാനായിട്ട് എത്രയാണ്? 5. 3 4 ആവാൻ 1. അപ്പോൾ 15. അപ്പോൾ എത്ര വീടുകളിലാണ് ചൂലില്ലാത്തത്? 15. എത്ര എഴുതാം? ഹൗ മെനി ഹൗസസ് ഡോണ്ട് ഹാവ് എ വെൽ? 15. നെക്സ്റ്റ്, they met lots of people during this. The table shows their numbers. കുറേ ആൾക്കാരെ കണ്ടു. അവരുടെ നമ്പേഴ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ക്യാൻ യു ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ്? കുറച്ച് നമ്പേഴ്സൊക്കെ മിസ്സിംഗ് ആണ്, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. മെൻ ആൻഡ് വുമൺ, സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടിട്ടുള്ളതിൻ്റെ നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ടേബിളിൽ.
4 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. മെൻസ് എത്ര പേരെ കണ്ടു, വുമൻ എത്ര ആളെ കണ്ടു, ടോട്ടൽ എത്ര പേരെ കണ്ടു, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് 24 മെൻ 22 വുമൻ. അപ്പോൾ എത്രയാണ് ടോട്ടൽ നമ്പർ? എങ്ങനെ കാണുക? സിമ്പിൾ, 24 + 22. ആകെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് കൂട്ടുക. 24 + 22 എത്രയാണ്? 24 + 22 2ഉം 4ഉം 6, 2ഉം 2ഉം 4, അപ്പോൾ 46, 46. ഫസ്റ്റത്തെ കളിയിൽ എന്താണ് അപ്പോൾ 46. അടുത്തത് എന്താണ്? ഗ്രൂപ്പ് 2 മെൻ 32, വുമൻ തന്നിട്ടില്ല. ടോട്ടൽ തന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയാണ്? 58. അപ്പോൾ നമുക്ക് എങ്ങനെ വുമൻ എത്ര പേരുണ്ടെന്ന് എങ്ങനെ കാണാൻ പറ്റും? ടോട്ടൽ തന്നിട്ട് അതിലത്തെ ഒരു സംഖ്യ തന്നിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടലിൽ നിന്ന് ആ സംഖ്യ കുറയ്ക്കുക. 58ൽ നിന്ന് 32 കുറയ്ക്കുക. 58 - 32. 58 - 32 എത്ര കിട്ടുക? 2 8 6, 3 5 2. അപ്പോൾ എത്രയാണ്? 58 - 32 26. അപ്പോൾ എത്ര വുമനാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്? 26. ഇനി തേർഡ് ഗ്രൂപ്പിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടലാണ് കാണേണ്ടത്. ടോട്ടൽ കാണുമ്പോൾ എന്താ ചെയ്യുക? കൂട്ടുക, ആഡ് ചെയ്യുക. മെന്നും വുമണും എത്രയുണ്ടോ അവ തമ്മിൽ കൂട്ടുക. 23 + 16. 23 + 16 എത്രയാണ്? 6ഉം 3ഉം 9, 2ഉം 1ഉം 3. അപ്പോൾ എത്രയാണ്? 23 + 16 = 39. ഗ്രൂപ്പ് 3ൽ അപ്പോൾ എത്ര നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു? 39. ഇനി ഫോർത്ത് ഗ്രൂപ്പിൽ വുമൻ തന്നിട്ടുണ്ട്, ടോട്ടൽ തന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയാണ്? 55. വുമൻ എത്രയാണ്? 35. നമുക്കപ്പം മെൻ എങ്ങനെ കാണും? ടോട്ടലിൽ നിന്ന് വുമൻ കുറയ്ക്കുക. 55 - 35 എത്ര കിട്ടുക? 55 - 32. യെസ്, 55. 5 5 ഇല്ല, 0. 3 5 2. അപ്പോൾ എത്രയാണ്? 55 - 35 = 20. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ താഴെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വിച്ച് ഗ്രൂപ്പ് മെറ്റ് ദ മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ? ഏത് ഗ്രൂപ്പാണ് കൂടുതൽ പീപ്പിളിനെ കണ്ടത്? ഏത് ഗ്രൂപ്പാണ്? ടോട്ടൽ നമ്പർ നോക്കുക. അതിൽ ഏതാണ് വലിയ സംഖ്യ നോക്കുക. ഏതാണ്? 58 ആണ് വലിയ സംഖ്യ. അപ്പോൾ 58 ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 2. ആൻഡ് ദ ലീസ്റ്റ് ചോദിക്കുമ്പോൾ ഏതാ പറയാം? കുറവ് അല്ലേ? ലീസ്റ്റ് എന്ന് പറയുമ്പോൾ കുറവ് ഏതാണ്? 39 ആണ് കുറവ്. 39 ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 3. ഓക്കെ, അപ്പോൾ സർവേ കഴിഞ്ഞില്ലേ? അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.